ഏറെ നാളുകൾക്ക് ശേഷമാണ് മുണ്ടക്കയിലെ ദുരിതബാധിതർക്കുള്ള ഭവന നിർമ്മാണം പൂർത്തിയാക്കി അത് അവർക്ക് കൈമാറിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആണ് ആ പ്രവർത്തികൾ പൂർത്തിയാക്കിയതെങ്കിലും CPMന്റെ ഫണ്ട് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു എന്നൊരു ഭാവമാണ് റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ LDF സർക്കാരിന്. മാത്രമല്ല, മുഖ്യമന്ത്രി കൂടെ ഇരിക്കുന്ന വേദിയിൽ സ്ഥലം MLA ആയ ടി സിദ്ദിഖിനെ, അതായത് ഈ ദുരന്തമുണ്ടാകുമ്പോൾ ആദ്യം മുഖ്യമന്ത്രിയെ ഈ വിവരം പോലും വിളിച്ചറിയിക്കുന്നത് ടി സിദ്ദിഖായിരുന്നു. മാത്രമല്ല, ഈ സകല രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളുമാണ് ടി സിദ്ദിഖ്. അദ്ദേഹത്തെ ആ വേദിയിൽ, മുഖ്യമന്ത്രി കൂടെ ഉള്ള വേദിയിൽ വെച്ച് ഒരു കൂട്ടം സഖാക്കൾ, ഒരു കൂട്ടം അണികൾ കൂകി വിളിച്ചപ്പോൾ ഒരക്ഷരം മറുത്തു പറയാത്ത മുഖ്യമന്ത്രി നമുക്ക് മുന്നിലുണ്ട്. അവിടെയാണ് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല, അദ്ദേഹം കഴിഞ്ഞ 10-12 വർഷമായി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം പുതുവത്സരങ്ങൾ ചെലവഴിക്കുന്നത് ആദിവാസി ഊരുകളിലാണ്. അദ്ദേഹം അവർക്കായി ചെയ്യുന്ന പ്രവർത്തികൾ, ആദിവാസികളുടെ ഉന്നമനത്തിനായി ശ്രീ രമേശ് ചെന്നിത്തല ഗാന്ധി ഗ്രാമം പദ്ധതിയിലൂടെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ ചില്ലറയല്ല. കരുതലിന്റെ പ്രതീകം, പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും രാഷ്ട്രീയം, അതുതന്നെയാണ് രമേശ് ചെന്നിത്തല ഉയർത്തിപ്പിടിക്കുന്നത്. ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലെ ആതിരപ്പള്ളി തവളക്കുഴിപ്പാറ കോളനിയിലെ ആദിവാസികൾക്കാണ് ICL ഫിൻകോർപ്പിന്റെ സഹായത്തോടെ ഗാന്ധിഗ്രാമം ഭവന പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെ ഭാഗമായി നിരവധി കുടുംബങ്ങൾക്കാണ് വീട് നവീകരിച്ച് നൽകുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല, ICL ഫിൻകോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, പത്നി ഉമ ഉൾപ്പെടെയുള്ളവരെ പ്രൗഢഗംഭീരമായാണ് കാടിന്റെ മക്കൾ വരവേറ്റത്. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ആദിവാസികളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി മാറ്റിവെക്കുന്ന തുകയുടെ 10% പോലും ഇവർക്ക് ലഭിക്കുന്നില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി എൻ്റെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എൻ്റെ കുടുംബവും ഞാനും ഇതുപോലെയുള്ള ഏതെങ്കിലും വിദൂരങ്ങളിലുള്ള പട്ടികജാതി കുടുംബങ്ങളിലായിരിക്കും, പട്ടികവർഗ കുടുംബങ്ങളിലായിരിക്കും. അത് കഴിഞ്ഞ 15 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ പേരാണ് ഗാന്ധി ഗ്രാം എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ ധാരാളം തുക അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ആ മാറ്റിവെക്കുന്ന തുകയുടെ 10% പോലും ഈ പാവങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് മാറ്റിവെക്കുന്ന തുക ഒന്നുകിൽ ലാപ്സാവും, അല്ലെങ്കിൽ ഈ പദ്ധതികൾ നടപ്പാക്കാതെ പോകും. ഇത് ഒരു വലിയ ദുര്യോഗമാണ്. ആദിവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തലയെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ഏറ്റവും ശക്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവറുകളെ രമേശ് ചെന്നിത്തലയുടെ ആവശ്യപ്രകാരമാണ് ഈ പദ്ധതി ICL ഫിൻകോർപ്പ് ഏറ്റെടുത്തതെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് KG അനിൽകുമാർ വ്യക്തമാക്കി. ഈ തവളക്കുഴിപ്പാറയുടെ വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് എല്ലാവരും പ്രസംഗിക്കും. സമത്വസുന്ദരമായ നാട് വേണമെന്നൊക്കെ. സമത്വസുന്ദരമായ നാട് വേണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള അധസ്ഥിത വർഗത്തെ മോചനം, ഉയർച്ച ഉണ്ടായാൽ മാത്രമേ അത്തരമൊരു നാട് നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. എല്ലാവരും എല്ലാം പറയും, ICL അങ്ങനെ പറയാറില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ICL പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാവും, ഉറപ്പായിട്ട് നടപ്പിലാവും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇവിടുത്തെ പണികൾ ഞങ്ങൾ ആരംഭിച്ചത്. ICL ജീവനക്കാർ, വിവിധ ജനപ്രതിനിധികൾ, കോൺഗ്രസ് നേതാക്കന്മാർ, തവളക്കുഴിപ്പാറയിലെ താമസക്കാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഇത്ര നല്ലൊരു ഭവന പദ്ധതി കേരളത്തിനൊരു മോഡലായി ഇത് ICL ഗ്രൂപ്പിന് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതേമാതിരി തന്നെ പല
ഉന്നതികളും വളരെ മോശമായ രീതിയിലുള്ള ഭവനങ്ങളാണ് ഉള്ളത്. ഇതൊരു മോഡലായിട്ട് മറ്റുള്ള ഭവന പദ്ധതികളും ചെയ്തു കൊടുക്കാനായിട്ട് ICL ഗ്രൂപ്പിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വീട്ടില്, സ്വന്തമായ ഒരു വീട്ടിൽ, അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഒരു നേരം മന്തി ഉറങ്ങാന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ഏതൊരു മനുഷ്യന്റെ ആയാലും, ഏത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ചിന്തിക്കുന്നത്. അപ്പൊ അവരെ അപേക്ഷിച്ച് ICL ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ രമേശ് ചെന്നിത്തല സാറൊക്കെ ഇത്രയും നല്ലൊരു പ്രവർത്തനം ചെയ്യണത് അവരുടെ നാളത്തെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അവരും ഇനി സമൂഹത്തിന് മുൻനിരയിലേക്ക് എത്താനായിട്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ സഹായിക്കും തന്നെ പറയാനുള്ളൂ. മഴക്കാലത്തൊക്കെ ചോർന്നൊലിക്കുന്ന വീടുകളായിരിക്കും ഏറെക്കുറെ ഉണ്ടാവുക. അപ്പോൾ ഇത്തരം ഒരു പദ്ധതി ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പണി തീർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിലേറ്റവും കൂടുതൽ ICL ഗ്രൂപ്പിനോട് നന്ദി അറിയിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം കൂടെ ഇതിനുവേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് ഒപ്പം സഹായം ചെയ്യാനായിട്ട് ഉണ്ടായി. വളരെയധികം നന്ദി അറിയിക്കുകയാണ്. പകലന്തിയോണം പണിയെടുത്ത് കിടക്കാൻ ഒരു ഇടമില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കയറി കിടക്കാനുള്ള വീടുകളാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ICL ഗ്രൂപ്പിന്റെ സഹായ സഹകരണത്തോട് കൂടിയിട്ട് ഈ ഗാന്ധി ഗ്രാമം ഭവന നിർമ്മാണ പദ്ധതിയിലേക്കായി ഒരു രമേശ് ചെന്നിത്തല സാർ വന്നിട്ട് ഇവിടെ പാവപ്പെട്ട നിലയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് നല്ല വീടോടുകൂടി, അതായത് ടൈലൊക്കെ ഇട്ട് അവരെ സ്വപ്നം കാണുന്ന ആ ഒരു ഭവനം അവർക്ക് നൽകുന്നതിൽ വളരെ സന്തോഷമുണ്ട്.